ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. ഇന്നൊരു നാടൻ കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഉണക്ക ചെമ്മീൻ മാങ്ങയും മുരിങ്ങാക്കോലും ഇട്ടിട്ട് എങ്ങനെ രുചികരമായിട്ടുള്ള കറി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഉണക്കച്ചെമ്മീനാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ മമ്മി തന്നെ ഉണക്കി കൊടുത്ത് വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഉണക്കച്ചെമ്മീനാണോ അതിനുള്ള അനുസരിച്ച് ഉപ്പ് കളഞ്ഞിട്ട് എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കി വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് മുരിങ്ങാക്കോൽ ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണ്. ഞാനൊരു 1/4 കപ്പ് മാങ്ങയും ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കിവിടെ ഫ്രോസണായിട്ട് കിട്ടുന്നതാണ്, ഫ്രഷായിട്ട് നമുക്കിവിടെ കിട്ടത്തില്ല. ഇടയ്ക്ക് കിട്ടും വല്ലപ്പോഴും, പക്ഷെ മിക്കവാറും പുളിയൊന്നും ഇല്ലാത്തതായിരിക്കും. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ കറിവേപ്പില നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് എനിക്ക് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 7 പച്ചമുളകാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് വേണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. എരിവുള്ളതാണെങ്കിൽ കുറവ് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പ് വെള്ളത്തോളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാങ്ങയും മുരിങ്ങക്കോലും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് ഞാൻ സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ ഒന്നും കൂടി ഇളക്കി നമ്മളിത് അടുപ്പയിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂൺ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഇളക്കി, ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തിളച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മളിത് അടുപ്പയിലേക്ക് വെച്ചു. അത് അടുപ്പയിലേക്ക് വെച്ച നേരം കൊണ്ട് ഇതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രോസൺ ആണ്, അത് ഞാൻ തോ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 7 മുതൽ 8 വരെ ചെറിയുള്ളിയും എടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു 4 വലിയ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. അത് അരിഞ്ഞ് ഇടുകയാണ് മിക്സിക്കകത്തേക്ക്. പിന്നെ ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഇതിനധികം എരിവില്ലാത്തതാണ്. അപ്പം നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം പച്ചമുളകിൻ്റെയും മുളകിൻ്റെയും കൂടി എരിവ് കൂടാതെ നോക്കണം. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച്, അപ്പം നിങ്ങൾക്ക് പച്ചമുളക് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1-2 ചേർത്തതിന് ശേഷം നമുക്ക് ചുമന്ന മുളക് പൊടിയിൽ അത് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് തുറന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്ക ചെമ്മീനും മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനതെല്ലാം ഒന്ന് കുത്തി നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തു. പിന്നെ ഇതിനിപ്പോഴത്തെ വെള്ളം കുറഞ്ഞിട്ടുണ്ടല്ലോ, വേവാൻ വേണ്ടി അത്രയും വെള്ളം എടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത്, അപ്പോൾ 1/4 കപ്പ് വെള്ളം മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് പിന്നീട് ഈ അരപ്പിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കുറുകി വെന്ത് വരാനായിട്ട് കുറച്ച് ടൈമും കൂടി എടുത്ത്, മാങ്ങയൊക്കെ ഒരു അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ പ്രാവശ്യം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചു. എന്നിട്ട് അരപ്പ് ഒരുവിധം വെന്ത് കുറുകിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് നോക്കിയത്. കാരണം ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി. കാരണം ഉണക്കച്ചെമ്മീനാണല്ലോ, അധികം ഉപ്പില്ലാത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാലും ഞാൻ കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ടാണ് ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് ഇനി ഈ സമയത്ത് നമുക്ക് കടുക് വറുത്തിടണം. ഇതിൽ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഇങ്ങനെയുള്ള നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ തണുത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും താളിക്കാൻ അറിയാം. കടുക് ഇടുക. ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, അത് ദൂരെയുള്ള ഇന്ത്യൻ കടയിൽ പോയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനുള്ള സവാളയിലാണ് ഇത് ഉണ്ടാക്കിയത്.
അപ്പോൾ ദേ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. കരിയാതെ നോക്കണം, കാരണം കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ഇട്ട് കൊടുത്തത്. എനിക്ക് അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ കറിയുടെ മേളിൽ നമ്മൾ താളിച്ചൊഴിക്കുമ്പോഴേക്കും നല്ല കളറും നല്ല ഭംഗിയായിരിക്കും അതിങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാനതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് തീ വളരെ കുറച്ചാണ് ഇപ്പോൾ തന്നെ വെച്ചിരിക്കുന്നത്, ചെറിയ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും ഞാനത് ഇത്തിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു, ഒട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ. ആ സമയത്ത് തന്നെ ഞാൻ അതങ്ങ് തീ ഓഫ് ചെയ്തു ഈ സമയത്ത്. എന്നിട്ട് ഞാനിതിനി താളിച്ചത് നമ്മുടെ മീൻകൂട്ടാനിലേക്ക് ചേർക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീനിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തെ തന്നെ നമുക്ക് കാണാൻ നല്ല കറിയിലേക്ക് ചേർക്കുമ്പോൾ കറി മഞ്ഞ കളറാണല്ലോ. മുളക് പൊടി ഇട്ടിട്ടുണ്ടെന്നെങ്കിൽ പോലും അധികം മുളകിൻ്റെ കളറൊന്നുമില്ല, നല്ല യെല്ലോ കളറാണ് കറി. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് താളിച്ച് ചേർക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഇത് കിടക്കുന്ന കാണാനും കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടംപോലെ ചോറുണ്ടാവും. താളിച്ച് ചേർത്തു. ഇനിയിപ്പം പണിയൊന്നുമില്ല, തീ ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മുളകും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി, ആ താളിച്ച് ചേർക്കുന്നതിൻ്റെ ഭംഗി വരുന്നത്. ഇത് വളരെ നാടൻ കറിയാണ്. ഞാൻ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പേരൻസൊക്കെ അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നൊരു കറിയാണ്. അതുപോലെ തന്നെ പീരയൊതുക്കി മാങ്ങയിട്ട് ഉണക്കച്ചെമ്മീൻ പീരയൊതുക്കി വയ്ക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് പച്ചമീനായിരുന്നില്ല, ഉണക്കച്ചെമ്മീൻ്റെ കറിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് കറിയായിട്ടുണ്ടായിരുന്നത് കൂർക്ക മെഴുക്ക് വരട്ടിയും വൻപയർ തോരനുമായിരുന്നു. അപ്പം അതാണിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ നാടൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മളത് കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വളരെ നാടൻ സിമ്പിളായിട്ടുള്ള കറിയാണ്, ഈസിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഇനി ഇതുപോലൊരു അടിപൊളി റെസിപ്പിയുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ.